നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് എ C++ പ്രോഗ്രാം ആണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലാണ്. അപ്പോൾ C++ലുള്ള ഹെഡർ ഫയൽ എന്ന് പറയുന്നത് IOStream ആണ്. നമ്മൾ കൊടുക്കുന്നത് #include IOStream അല്ലെങ്കിൽ iostream.h എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ എന്താണ്? ഹെഡർ ഫയൽ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹെഡർ ഫയൽസിലാണ്. അപ്പോൾ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഫങ്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെഡർ ഫയലാണ് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ അത് സ്വീകരിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് തരികയൊക്കെ വേണമെങ്കിൽ IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് മെയിൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിലും ഉണ്ടായിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ കൊടുക്കുക. അതിനുവേണ്ടി ഇൻറ്റ് മെയിൻ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻറ്റ് മെയിൻ കഴിഞ്ഞിട്ട് പരാന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. ഇൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻറ്റിജർ വാല്യൂ, മെയിൻ ഫംഗ്ഷനിൽ ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റ് യൂസ് ചെയ്യുന്നത്. ആ ഇൻറ്റ് മെയിൻ കൊടുത്തതിന് ശേഷം മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കേർലി ബ്രാക്കറ്റ് ലാസ്റ്റിൽ ക്ലോസ് ചെയ്യുകയും വേണം. മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞു, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് std ഫുൾ കോളൻ 2 കോളൻ കൊടുക്കുക cout. ഇപ്പൊ cout എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് cout. ഇനി ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് cin. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഹലോ അല്ലെങ്കിൽ ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു വേർഡ് പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതി, ഔട്ട്പുട്ട് കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് cout ആണ്. ഇപ്പൊ std എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. std എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ്. അതായത് C++ പ്രോഗ്രാമിലുള്ള ചില ബിൽറ്റ് ഇൻ ക്ലാസ്സസോ അല്ലെങ്കിൽ ഡിക്ലെയർഡ് ഫങ്ഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഒരു ക്ലാസ് ആണ് std എന്ന് പറയുന്നത്. നമ്മുടെ C++ ലൈബ്രറിയിലുള്ള ഐഡന്റിഫയേഴ്സ്, സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ ഐഡന്റിഫയേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന നെയിം സ്പേസ് ആണ് std എന്ന് പറയുന്നത്. coutന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? std കൊടുക്കണം. അത് കഴിഞ്ഞ് coutൽ 2 ആംഗിൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡബിൾ കോട്ട്സിനകത്ത് പ്രിന്റ് ചെയ്യാനുള്ളത് കൊടുക്കുക. അതാണ് cout ഹൗ ആർ യു എന്ന് കൊടുത്തേക്കുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റിൽ സെമി കോളൻ കൊടുക്കണം. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? സെമി കോളനിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം റിട്ടേൺ 0 കൊടുത്തു. റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ 0 കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇൻറ്റ് മെയിൻ കൊടുത്തത് മെയിൻ ഫംഗ്ഷനിൽ. ഇനി അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ എറർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണിക്കും. അത് അല്ല എന്നുണ്ടെങ്കിൽ, എറർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക. അപ്പൊ നമ്മളിപ്പോൾ കമ്പൈൽ ചെയ്ത് നോക്കിയാണ്. കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എറർ എന്താണെന്ന് കാണിക്കും. അപ്പം നമ്മൾ പറഞ്ഞത് ആദ്യമേ ഹെഡർ ഫയൽസ് കൊടുക്കുക, അതിനുശേഷം മെയിൻ ഫംഗ്ഷൻ കൊടുക്കുക, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം മെയിൻ ഫംഗ്ഷന്റെ കേർലി ബ്രാക്കറ്റ് ലാസ്റ്റിൽ ക്ലോസ് ചെയ്യുക. പിന്നെ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ത് കോഡാണോ നമുക്ക് കൊടുക്കാനുള്ളത് ആ കോഡ് നമ്മൾ ഈ 2 മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് ക്ലോസ് ചെയ്ത് കേർലി ബ്രാക്കറ്റിന്റെ ഇടയിലാണ് നമ്മുടെ C++ പ്രോഗ്രാമിന്റെ കോഡ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എവിടെ വരാ എന്താണ് ചെയ്തതെന്നുള്ളത്. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? എറർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പൈൽ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ കമ്പൈലേഷൻ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കമ്പൈലേഷൻ കഴിഞ്ഞു. നമുക്ക് റിസൾട്ട് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. ഹൗ ആർ യു എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്കൊരു എറർ വരുത്തി നോക്കാം. ഞാൻ ഹൗ ആർ യു കഴിഞ്ഞിട്ടുള്ള സെമിക്കോളൻ എടുത്തു മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ കമ്പൈലേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എറർ മനഃപൂർവ്വം വരുത്തിയിട്ടുണ്ട്. കമ്പൈൽ ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെമിക്കോളൻ എടുത്ത് മാറ്റിയത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, കണ്ടോ, എറർ വന്നിട്ടുണ്ട്. ഹൗ ആർ യു, ആ 4th 5th ലൈനിൻ്റെ ഇടയിൽ എറർ ഉണ്ട്, സെമിക്കോളൻ എന്ന് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെമിക്കോളൻ ഇട്ട് കൊടുത്ത് നോക്കാം. സെമിക്കോളൻ ഇട്ടിട്ട് വീണ്ടും നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം, എറർ കാണിക്കുന്നുണ്ടോ അതോ വീണ്ടും സക്സസ് ആണോ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ കമ്പൈൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സക്സസ് കിട്ടി. അപ്പം എറർ ഉണ്ടെങ്കിൽ കമ്പൈൽ ചെയ്യുമ്പോൾ കാണിക്കും, കറക്ഷൻ ചെയ്തിട്ട് ഏത് ലൈനിലാണ് എറർ വന്നിട്ടുള്ളത് എന്ന് വരെ കാണിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കറക്ഷൻ ചെയ്യാം. കറക്ഷൻ ചെയ്തതിന് ശേഷം കമ്പൈൽ ചെയ്ത് എറർ ഇല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആകും. അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ആദ്യം എന്ത് കൊടുക്കണം? ഹെഡർ ഫയൽസ് കൊടുക്കണം. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഹെഡർ ഫയൽസിലാണ്. C++ൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഏതാണ്? IO സ്ട്രീം ആണ്. IO സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ എല്ലാ പ്രോഗ്രാമിലും ഉള്ള ഒരു ഫംഗ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷന് ശേഷം Cout എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടും. Cin എന്ന് പറയുന്നത് ഇൻപുട്ടിന് വേണ്ടിയിട്ടുമുള്ളതാണ്. അതുപോലെ തന്നെ റിട്ടേൺ 0 എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ മെയിൻ ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷൻ പ്രോഗ്രാമിലെ മെയിൻ ഫംഗ്ഷൻ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കുന്നത്. STD എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ആണ് STD എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ? C++ലുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നെയിം സ്പേസ് ആണ് STD എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് എ C പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ്, അതുപോലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 പിന്നെ എക്സാമുകൾക്ക് വേണ്ട ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ PDF നോട്ട്സ് ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.